അമ്പലത്തിൽ പൊങ്കൽ വെക്കാൻ വേണ്ടി വന്ന വേദയെയും കമലാമ്മയെയും രാധയുടെ അമ്മയും കണ്ടുമുട്ടുന്നുണ്ട്. അങ്ങനെ വേദ ഗർഭിണിയാണെന്നറിഞ്ഞതും രാധയ്ക്കും അമ്മയ്ക്കും ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. അവരെ അപമാനിക്കുന്നുണ്ട്. എന്നാൽ അപമാനം സഹിക്കാൻ പറ്റാതാവുമ്പോൾ കമലാമ്മ തൻ്റെ മരുമകളാണ് ഇവളെന്നും ഇവളെ പറഞ്ഞാൽ എനിക്ക് സഹിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അതിനോട് നന്നായി പ്രതികരിക്കുന്നുണ്ട്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് വേദ തൻ്റെ മരുമകളാണെന്ന് അംഗീകരിക്കുകയാണ് കമലാമ്മ. ഈ വിശേഷത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. കമലാമ്മയ്ക്ക് വേദിയോട് ഉള്ളിൽ സ്നേഹമുണ്ട്. പക്ഷേ കമലാമ്മയുടെ ഒരു ഈഗോ കാരണം അത് മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ വേദിയോട് ദേഷ്യമുണ്ടെന്ന് വിക്രമിനോടും വേദിയോട് ദേഷ്യമുണ്ടെന്ന് കമലാമ്മ ഇങ്ങനെ അഭിനയിച്ച് നടക്കുകയാണ്. അങ്ങനെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറാൻ വേണ്ടി കമലാമ്മ പൊങ്കൽ വെക്കാൻ വേണ്ടി അമ്പലത്തിലേക്ക് പുറപ്പെടുകയാണ്. കമലാമ്മ മാത്രമല്ല, വേദയും വിക്രമും ശ്രീജയും എല്ലാവരും ഉണ്ട്. അങ്ങനെ പെട്ടെന്ന് വിക്രമിന് കോൾ വരുന്നുണ്ട്. അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അത് രാജേട്ടനായിരിക്കും. വേദയുടെ അടുത്ത് നിന്നും വിക്രം പെട്ടെന്ന് അങ്ങ് മാറി നിൽക്കുന്നുണ്ട്. രാജേട്ടൻ പറയുന്നുണ്ട്, വിക്രം, നീ ഉദ്ദേശിച്ചത് ശരിയാണ്. ശങ്കരനാരായണനെ ആക്രമിച്ചത് നമ്മുടെ ശ്രീനിവാസൻ സാറിൻ്റെ ആളുകൾ തന്നെയാണ്, അത് ഉറപ്പായി എന്ന് പറയുന്നു. ഇത് കേട്ടതും വിക്രം ഞെട്ടുന്നുണ്ട്. ശ്രീനിവാസൻ സാർ ഒരിക്കലും ഇങ്ങനെ ഒരു അബദ്ധം ചെയ്യത്തില്ലായിരുന്നു വിക്രമിന് ഒരു ഉദ്ദേശം. പക്ഷേ വിക്രം ഇതറിഞ്ഞതും ആകെ തരിച്ചു നിൽക്കുകയാണ്. പെട്ടെന്ന് വിക്രം പറയുന്നുണ്ട്, ഞാൻ എപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വന്നേക്കാം, നിങ്ങളവിടെ നിൽക്കുമെന്ന് പറയുന്നുണ്ട്. കോള് കട്ടാക്കി പതുക്കെ വേദയുടെ അടുത്തേക്ക് വരികയാണ്. ആരാ വിക്രം എന്ന് ചോദിക്കുമ്പോൾ അത് ഒരു കസ്റ്റമർ ആണെന്ന് പറയുന്നുണ്ട്. ശരി എന്ന് പറയുന്നു. പക്ഷേ വിക്രം പറയുന്നുണ്ട്, വേദേ പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. എന്താ വിക്രം ഇത്, നമ്മൾ ഒരുമിച്ചല്ലേ പൊങ്കലിന് വേണ്ടി പോകണമെന്ന് അമ്മ പറഞ്ഞത്, പിന്നെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. വിക്രം പറയുന്നുണ്ട്, വേദേ ഒരു അരമണിക്കൂർ മതി, ഞാൻ പെട്ടെന്ന് നിങ്ങൾ അമ്പലത്തിലെത്തി പൊങ്കലിനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്യുന്ന സമയത്തേക്ക് ഞാൻ അങ്ങോട്ടേക്ക് എത്തിക്കോളാം, ഒരമണിക്കൂർ എന്ന് കെഞ്ചുന്നുണ്ട് വിക്രം. അങ്ങനെ കമലാമ്മ പറയുന്നുണ്ട്, ശരി, അവനക്ക് കാശ് കിട്ടുന്ന കാര്യമല്ലേ, അത് മുടക്കണ്ട, നമുക്ക് അമ്പലത്തിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ എല്ലാ ഒരുക്കങ്ങളും ചെയ്യുമ്പോഴേക്കും അവരങ്ങ് എത്തിക്കോളും എന്ന് പറഞ്ഞ് കമലാമ്മ സമ്മതിക്കുന്നുണ്ട്. കമലാമ്മ സമ്മതിച്ചാൽ വേദയ്ക്ക് പിന്നെ പ്രശ്നമൊന്നുമില്ല. വേദ പറയുന്നുണ്ട്, അമ്മ സമ്മതിച്ചല്ലോ, കുഴപ്പമില്ല, നീ പെട്ടെന്ന് പോയിട്ട് വാ എന്ന് പറയുവാണ്. അങ്ങനെ വിക്രം അവിടെ നിന്നും പോകുന്നുണ്ട്. അങ്ങനെ വേദിയും കമലാമ്മയും എല്ലാവരും അമ്പലത്തിലെത്തുകയാണ്. പൊങ്കൽ വയ്ക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. വിറകും കാര്യങ്ങളൊക്കെ വിഷം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പാലടുപ്പത്ത് വെച്ച് തിളപ്പിക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്നാണ് അവരെ പ്രതീക്ഷിക്കാത്ത രണ്ടുപേർ അങ്ങോട്ടേക്ക് വരുന്നത്. നമ്മുടെ രാധയും അമ്മയും. ഇവരെ കണ്ടതും അങ്ങനെ ദേഷ്യം വന്ന് അടിമുടി ഇങ്ങനെ കലി കൊണ്ട് തുള്ളുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ അവസ്ഥയിൽ നിൽക്കുകയാണ്. പ്രതീക്ഷിക്കാതെയല്ലേ കണ്ടിരിക്കുന്നത്, നല്ല സന്തോഷത്തോടെ തൊഴാൻ വേണ്ടി വന്നതായിരുന്നു. അതേടെ അമ്മ ചോദിക്കുന്നത്, നിനക്കെന്താടി ഇവിടെ കാര്യമെന്ന് ചോദിക്കുന്നു. അവർ ചുറ്റുപാടും നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, വേദ അതെന്താ നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്, തൊഴാനല്ലേ, അതിനു വേണ്ടി തന്നെയാണ് ഞങ്ങളും വന്നതെന്ന് പറയുന്നുണ്ട്. രാധയുടെ അമ്മ അടുപ്പത്തേക്ക് നോക്കുകയാണ്. പാല് തിളച്ച് പൊങ്ങുന്നത് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, അതെ, നിന്റെ മനസ്സ് നന്നാവണം, എങ്കിൽ മാത്രമേ പാല് തിളച്ച് പൊങ്ങത്തുള്ളൂ. പൊങ്ങത്തില്ലടി, പൊങ്ങില്ല, ഞാനാ പറയുന്നത്. എന്താണെന്നറിയാവോ, നിന്റെ മനസ്സ് നന്നാവണം. മനസ്സ് നന്നായവർ ചെയ്യുമ്പോഴേ അത് നന്നായി വരത്തുള്ളൂ. എൻ്റെ മകളുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടല്ലേ നീ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ മകളുടെ കഴുത്തിൽ വീഴേണ്ട താലിയാണ് നിന്റെ കഴുത്തിൽ നീ തട്ടിപ്പറിച്ച് വെച്ചിരിക്കുന്നത്. ഇത് കേട്ടതും വേദ പറയുന്നുണ്ട്, നിങ്ങൾ എന്താ പറഞ്ഞത്, നിങ്ങളുടെ മകൾക്ക് അവകാശപ്പെട്ട താലിയെന്നോ? നിങ്ങൾക്ക് തെറ്റിപ്പോയി. വിക്രം എത്രയോ മുൻപ് എൻ്റെ കഴുത്തിൽ ഈ താലി അണിയിച്ചിട്ടുണ്ട്, അതും ദൈവസന്നിധിയിൽ വെച്ച്. പിന്നെ അദ്ദേഹം എൻ്റെ കഴുത്തിൽ താലി കെട്ടി എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ രാധയ്ക്ക് വേണ്ടി നിങ്ങൾ വിവാഹം ആലോചിച്ചത്. നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെന്ന് വേദ പറയുന്നുണ്ട്. പിന്നീട് രാധയുടെ അമ്മ കമലാമ്മയോട് ദേഷ്യപ്പെടുകയാണ്. എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ചിരിച്ചു കളിച്ച് സംസാരിച്ചിരിക്കാൻ പറ്റുന്നു? കണ്ടോ, എൻ്റെ മകളുടെ ജീവിതം ഇങ്ങനെയായി. നിങ്ങൾക്ക് മകനും ഭാര്യയും എല്ലാവരും കൂടി സന്തോഷത്തോടെ സുഖിച്ച് ജീവിക്കുമല്ലേ നിങ്ങൾ. ഞങ്ങൾക്കാണെങ്കിൽ കണ്ണീരും എന്ന് പറയുകയാണ്. കമലാമ്മ പറയുന്നുണ്ട്, നിങ്ങൾ ക്ഷമിക്കണം ഞങ്ങളോട്, ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെയൊന്നും പറയരുത് നിങ്ങൾ. വേദ ഗർഭിണിയായിരിക്കുകയാണ്, ഞങ്ങൾ നല്ലൊരു കാര്യത്തിന് വേണ്ടി വന്നതാ എന്ന് പറയുമ്പോഴേക്കും ഇതങ്ങ് കേട്ടതും രാധയ്ക്കും അമ്മയ്ക്കും ആകെ ദേഷ്യം വരും കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, വേദ ഗർഭിണിയാണെന്നോ? ഓ, അപ്പം അതും സംഭവിച്ചോ? നശിച്ചു പോകത്തെ ഉള്ളടി, നീ നന്നാവത്തില്ല എന്ന് പറയട്ടോ. ഇത് കേട്ടതും കമലാമ്മയ്ക്ക് ദേഷ്യം വരുവാണ്. അത്ര നേരം കമലാമ്മ എല്ലാം കേട്ട് സഹിച്ചു നിന്നു. വേദയും കുഞ്ഞിനെയും പറഞ്ഞത് കമലാമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരക്ഷരം മിണ്ടിപ്പോകരുത്, ഇത് എൻ്റെ മരുമകളാ. എൻ്റെ മരുമകളെയും കുഞ്ഞിനെയും പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ വിധം മാറും.
ഇത്രയും നേരം ഞാൻ ക്ഷമിച്ചു. പക്ഷെ വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയാമെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? നിന്റെ മകളുടെ ജീവിതം ആര് നശിപ്പിച്ചു എന്നാ പറയുന്നത്? നിന്റെ മകളുടെ ജീവിതം നീ തന്നെയാണ് നശിപ്പിച്ചത്. എൻ്റെ മകൻ്റെ ജീവിതത്തിലേക്ക് വേദ കടന്നു വന്നതോടെയാണ് അവൻ നന്നായത്. ഇപ്പം അവൾ അടിപിടിയെല്ലാം നിർത്തി നല്ലൊരു മനുഷ്യനായി ജീവിക്കുക, ഒരു ജോലി എടുത്തുകൊണ്ട് ജീവിക്കുക. ഇനി കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അവൻ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാവും. ഇതിനെല്ലാം കാരണക്കാരി ആരാ? എൻ്റെ മരുമകൾ വേദയാണ്. അത് മാത്രമല്ല, ശ്രീജയ്ക്ക് വേണ്ടി അവളൊരു ഷോപ്പ് തുറന്നു. അവിടെ എൻ്റെ വിശ്വവും ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ കുടുംബം വളരെ സമാധാനത്തോടു കൂടിയാണ് ജീവിച്ചു പോകുന്നത്. അതിനെല്ലാം കാരണക്കാരി എൻ്റെ വേദമോളാണെന്ന് പറയുകയാണ്. ഇത് കേട്ടതും വേദയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീര് വരുവാണ് സന്തോഷം കൊണ്ട്. വിക്രമും അന്തം വിട്ട് നോക്കുന്നുണ്ട്. അമ്മയുടെ വായിൽ നിന്നും ഇത്രയും വാക്കുകളൊക്കെ കേൾക്കാൻ വേണ്ടി ഒരുപാട് നാളായി അവർ ആഗ്രഹിച്ചു നിൽക്കുന്നു. അമ്മ എന്തുകൊണ്ട് ഇങ്ങനെ ദേഷ്യത്തോടെ പെരുമാറുന്നു? താൻ ഇത്രയും നന്നായിട്ടും എന്തുകൊണ്ടാണ് തന്നോട് ഇത്രയും ദേഷ്യം പൊറുക്കാൻ കഴിയാത്തത് എന്താണെന്ന് വിചാരിച്ചിരിക്കുകയാണ് വേദയും വിക്രമും. പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ അമ്മ ഇത്രയും നല്ല വാക്കുകളൊക്കെ പറയുന്നത് കേട്ടപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. അവരറിയാതെ തന്നെ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ട്. അത് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ നിങ്ങളൊക്കെ ഒറ്റക്കെട്ടായി അല്ലേ? അപ്പോൾ ഈ ദേഷ്യമൊക്കെ നിങ്ങൾ അഭിനയിക്കുകയായിരുന്നോ എന്ന് ചോദിക്കുകയാണ് കമലാമ്മയോട്. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, ഞങ്ങളെങ്ങനെ വീട്ടുകാർ തമ്മിൽ അമ്മയും മരുമക്കളും മക്കളും തമ്മിലൊക്കെ പല പ്രശ്നങ്ങളുണ്ടാവും. അത് ഞങ്ങളുടെ കുടുംബത്തിലുള്ള കാര്യം, അത് അന്വേഷിക്കാൻ നിങ്ങൾ വരണ്ട. ഞങ്ങളത് ഇന്ന് ദേഷ്യമാണെങ്കിൽ ഞങ്ങൾ നാളെ അതങ്ങ് തീർക്കും. നിങ്ങൾ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കാൻ വരുന്നത്? വേദ എൻ്റെ വീടിൻ്റെ മഹാലക്ഷ്മിയാണെന്ന് പറയുക. ഇത് കേട്ടതും വേദയും രാധ ദേഷ്യം കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. രാധ അങ്ങോട്ടേക്ക് പോയതും വേദ പെട്ടെന്ന് കമലാമ്മയെ അങ്ങ് കെട്ടിപ്പിടിച്ച് കരയുവാണ്. കമലാമ്മ അവളെ ഒതുക്കി പിടിക്കുന്നുണ്ട്. മോളെ കരയല്ലേ മോളെ എന്നിങ്ങനെ പറഞ്ഞ് പുറത്ത് തട്ടി ആശ്വസിപ്പിക്കുന്നുണ്ട്. വേദ കുറച്ച് സമയത്തേക്ക് അമ്മയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുവാണ്. ഇതേ സമയം വിക്രം നേരെ ചെല്ലുന്നത് ശ്രീനിവാസൻ സാറിൻ്റെ അടുത്തേക്കാണ്. വിക്രമിനെ കണ്ടതും അദ്ദേഹത്തിൻ്റെ ഭാര്യ ചോദിക്കുന്നുണ്ട്, എന്തിനാ വിക്രം നീ ഇങ്ങോട്ടേക്ക് വന്നത്? നിന്നെ കണ്ടാൽ അദ്ദേഹത്തിന് ദേഷ്യം വരുമെന്ന് നിനക്കറിയാമല്ലോ, പിന്നെ എന്തിനിങ്ങോട്ട് വന്നെന്ന് ചോദിക്കുന്നു. ഉടനെ വിക്രം ചോദിക്കുന്നുണ്ട്, ചേച്ചി മുൻപ് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ഞാൻ ഇങ്ങോട്ടേക്ക് 2 ദിവസത്തേക്ക് വന്നില്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് വന്നില്ല എന്ന് വിളിച്ചെന്നെ ചോദിക്കും. ഇപ്പോൾ നീരെ തിരിച്ചായി എന്ന് സ്വഭാവം എന്ന് ചോദിക്കുകയാണ്. അല്ല വിക്രം, എനിക്ക് നിന്നോടൊപ്പം നിൽക്കണോ അതോ അദ്ദേഹത്തോടൊപ്പം നിൽക്കണോ എന്ന് എനിക്കറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അവരുടെ മോള് പറയുന്നുണ്ട്, ചേച്ചിയും ആ പയ്യനും തമ്മിൽ വിവാഹം നടന്നത് ചേട്ടൻ കാരണമാണെന്ന് അച്ഛൻ വിശ്വസിക്കുന്നു വിക്രമേട്ട. പക്ഷേ അതല്ലെന്ന് എനിക്കറിയാം. അത് അച്ഛനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ പലവട്ടം ശ്രമിച്ചു. പക്ഷേ അച്ഛൻ കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും സാരമില്ല മോളെ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം അകത്തേക്ക് ചെല്ലുകയാണ്. വിക്രമിനെ കണ്ടതും ശ്രീനിവാസൻ സാറ് പതിവ് പോലെ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, എന്തിനാടാ നീ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നതെന്ന്. വിക്രം ചോദിക്കുന്നുണ്ട്, മറച്ചു വെക്കുന്നൊന്നുമില്ല. ശങ്കരനാരായണൻ സാറിനെ ആക്രമിക്കാനായി നിങ്ങൾ ആളെ വിട്ടിരുന്നോ എന്ന് ചോദിക്കുകയാണ്. നീ എന്താടാ ഇല്ലാത്ത കാര്യം പറയുന്നത്? വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയാമെന്നാണോ നിന്നെ വിചാരിച്ചിരിക്കുന്നത്? എന്ത് തോന്നിവാസമാടാ നീ ഇവിടെ കയറി വന്ന് ചോദിക്കുന്നതെന്ന് പറയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, സാർ അഭിനയിക്കേണ്ട. സാർ ഇത്തരത്തിലൊരു കാര്യം ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നിങ്ങളെ ഞാൻ എൻ്റെ ചേട്ടൻ്റെയും എൻ്റെ അച്ഛൻ്റെയും സ്ഥാനത്താണ് കാണുന്നത്. നിങ്ങൾ എത്ര നല്ല സ്വഭാവമുള്ളവരാണെന്നും എനിക്കറിയാം. പക്ഷേ ഇങ്ങനെ ഒരു തെറ്റ് പറ്റി? ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ കഴിഞ്ഞു എന്ന് ചോദിക്കുകയാണ് വിക്രം. നീ എനിക്ക് സർട്ടിഫിക്കറ്റ് ഇടാൻ വേണ്ടി വന്നതാണോ? ഇറങ്ങിപ്പോടാ എൻ്റെ വീട്ടിൽ നിന്നും. എന്ത് ധൈര്യത്തിലാടാ നീ ഇവിടെ വന്ന് എന്നെ ഇങ്ങനെ വെല്ലുവിളിക്കുന്നെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും വിക്രം പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും നിങ്ങളെ വെല്ലുവിളിക്കത്തില്ല. നിങ്ങളുടെ ആളുകളാണ് ശങ്കരനാരായണൻ സാറിനെ കൊല്ലാനായി വന്നതെന്ന് എനിക്കറിയാം. ഞാൻ അവരെ തിരിച്ചറിഞ്ഞു. പക്ഷേ അവർ ചോദിച്ചിട്ടും പോലീസ് ചോദിച്ചിട്ടും ഞാൻ അക്കാര്യം പറഞ്ഞിട്ടില്ല. ഇത് കേട്ടതും ശ്രീനിവാസൻ പറയുന്നുണ്ട്, അതെന്താടാ നീ പറയാതിരുന്നത്? പറയാമായിരുന്നില്ലേ? അതിനെ തടുക്കാനും എനിക്കറിയാം, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ വിക്രം പറയുന്നുണ്ട്, ഞാൻ വിശ്വസിക്കുന്നവരെ ഒരിക്കലും ചതിക്കത്തില്ല. പക്ഷേ ഇനി ഇത് ആവർത്തിക്കരുത്. സാറിന് എന്നോട് ദേഷ്യമുണ്ടെങ്കിൽ അത് നേർക്ക് നേർ തീർക്കണം. പക്ഷേ അല്ലാതെ എൻ്റെ ഉറ്റവരെ ഒരിക്കലും ആക്രമിക്കരുത്. അത് ആണുങ്ങൾക്ക് ചേർന്ന കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നുണ്ട്. പിന്നീട് രാധയുടെ അമ്മയും കൂടി വീട്ടിലേക്ക് മടങ്ങി പോവാണ്. വഴിയിൽ വെച്ച്
പോലീസ് ചെക്കിംഗ് ഉണ്ടാവുകയാണ്. പോലീസ് ഇവരുടെ വണ്ടിക്ക് കൈ കാണിക്കുന്നുണ്ട്. ഉടനെ രാധ അതിൽ നിന്നും ഇറങ്ങുന്നുണ്ട്. എന്താണെന്ന് ചോദിക്കുകയാണ്. നിങ്ങളെന്താ യൂണിഫോം ഇടാതെ വണ്ടി ഓടിക്കുന്നത് ചോദിക്കുന്നുണ്ട്. രാധയാണെങ്കിൽ അമ്പലത്തിൽ പോകുന്നത് കൊണ്ട് അടിപൊളി സാരിയൊക്കെ ഉടുത്തിട്ടാണ് പോയിരിക്കുന്നത്. ഉടനെ രാധ പറയുന്നുണ്ട്, ഞാൻ അമ്പലത്തിൽ പോയിരിക്കുകയായിരുന്നു സാർ. ഉടനെ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, ഓഹോ, അമ്പലത്തിൽ പോയിരിക്കുകയായിരുന്നോ? എങ്കിൽ വേറെ വണ്ടി വിളിച്ച് പോകണമായിരുന്നു. ഇത് പബ്ലിക്കിൽ ഓടുന്ന ഒരു വാഹനമല്ലേ, യൂണിഫോം ഇടാതെ ഓടാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഫൈൻ കെട്ടണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ രാധ അതിനെ എതിർക്കുന്നുണ്ട്. ഉടനെ ദർശൻ അങ്ങോട്ടേക്ക് വരുവാണ്. ദർശൻ ഇപ്പോൾ പോലീസ് ഓഫീസറാണല്ലോ. അതുകൊണ്ട് തന്നെ എന്താ കാര്യമെന്ന് ചോദിക്കുന്നു. ഈ കുട്ടി യൂണിഫോം ഇടാതെയാണ് വണ്ടി ഓടിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ തൻ്റെ രേഖകളൊക്കെ വണ്ടിയുടെ ലൈസൻസും കാര്യങ്ങളും എല്ലാം നോക്കുന്നുണ്ട് രാധയുടെ. അതെല്ലാം കറക്റ്റാണ്. ഉടനെ ദർശൻ പറയുന്നുണ്ട്, ശരി, യൂണിഫോം ഇടാത്തത് കൊണ്ട് ഒരു ഫൈൻ അടക്കണം രാധയെന്ന് പറയുന്നുണ്ട്. ഉടനെ ദേഷ്യം വരുവാണ്. അമ്പലത്തിൽ നടന്ന ദേഷ്യത്തോടെ സംഭവത്തിൻ്റെ ദേഷ്യത്തിലാണ് അവർ വണ്ടിയിൽ കയറി വന്നിരിക്കുന്നത്. ഇതുകൂടി ആയപ്പോൾ അവിടെ പൊട്ടിത്തെറിക്കുകയാണ് രാധയുടെ അമ്മ ഒപ്പം സംസാരിക്കുന്നുണ്ട്. സ്വന്തം അമ്മയെ കൊണ്ട് അമ്പലത്തിൽ പോകാൻ പറ്റില്ലെന്ന് നിയമം വല്ലതും ഉണ്ടോ ദർശൻ സാറേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഒരു നിയമമില്ല. പക്ഷേ ഇതൊരു പബ്ലിക് വാഹനമായതുകൊണ്ട് യൂണിഫോം ധരിച്ച് മാത്രമേ രാധെ പുറത്തു പോകാൻ പറ്റത്തുള്ളൂ. നിനക്ക് നിയമങ്ങളെല്ലാം അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഈ തർക്കത്തിനിടയിൽ അങ്ങോട്ടേക്ക് പരമു വരുന്നുണ്ട്. പരമു രാധയെ സ്നേഹിക്കുന്ന ആളാണ്. രാധെ ഇവിടെ ഒരു പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ രാധ പറയുന്നുണ്ട്, അത് യൂണിഫോം ഇടാത്തത് കൊണ്ട് ഫൈൻ അടയ്ക്കണമെന്നാണ് പറയുന്നത്. എന്താ സാറേ, ഇത്രയ്ക്കൊക്കെ നിയമം നോക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? എത്രയോ മയക്കുമരുന്ന് കച്ചവടക്കാരും മറ്റും ഒക്കെ ലൈസൻസ് ഇല്ലാത്തവരും ഒക്കെ വണ്ടി ഓടിക്കുന്നുണ്ട്. എന്നിട്ടും ഈ ഒരു പെൺകുട്ടിയുടെ കാര്യത്തിൽ, അതും വീടിനെ നോക്കാൻ വേണ്ടി ഓടുന്ന വാഹനത്തിൽ വണ്ടി ഓടിക്കുന്ന ഒരു പെൺകുട്ടിയാണ്, അവളുടെ കാര്യത്തിലും ഇത്രയ്ക്ക് സ്ട്രിക്റ്റ് ആവണോ എന്ന് ചോദിക്കുകയാണ്. ഉടനെ ദർശൻ പറയുന്നുണ്ട്, ഇതൊക്കെ ചോദിക്കാനും പറയാനും താൻ ആരാ? താൻ ഞങ്ങളെ നിയമം പഠിപ്പിക്കുകയാണോ? തന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ് ദർശൻ. ഉടനെ അടുത്തു നിന്ന് പോലീസ് ഓഫീസർ പറയുന്നുണ്ട്, അത്